ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 12 ലോക ന്യൂമോണിയ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നതും ന്യൂമോണിയയെ പറ്റി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗം പ്രൊഫസറായുള്ള ഡോക്ടർ സഞ്ജീവ് നാരായണൻ. ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്തൊക്കെ കൊണ്ടാണ് നമുക്ക് ന്യൂമോണിയ വരാനുള്ള സാധ്യതകൾ? അതെങ്ങനെയൊക്കെയാണ്? ന്യൂമോണിയ എന്ന് പറയുന്നത് ലങ്സിലുള്ളൊരു ഇൻഫെക്ഷനാണ്. സാധാരണ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാകുക. ന്യൂമോണിയ ഉണ്ടാവാൻ ചിലതരം ന്യൂമോണിയ, ഇപ്പൊ നമ്മൾ ഈ ഇടയ്ക്ക് കോവിഡ് ധാരാളം ഉണ്ടായിരുന്നു. കോവിഡ് കാരണം ഉണ്ടാവുന്ന ന്യൂമോണിയ ഒരാളുടെ നിന്ന് വേറെ ആളിലേക്ക് സ്പ്രെഡ് ചെയ്യണം. ചില ന്യൂമോണിയാസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവുന്ന ന്യൂമോണിയാസ്, ചില ന്യൂമോണിയാസ് നമ്മളെ വാതിന്റെ അകത്ത് തന്നെ ഉള്ള ബാക്ടീരിയ, ഓറോഫാരഞ്ചൽ ബാക്ടീരിയ എന്ന് പറയും, അങ്ങനെയുള്ള ബാക്ടീരിയ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അകത്തേക്ക് ലങ്സിലേക്ക് വലിച്ചെടുക്കണം. ആസ്പിറേഷൻ എന്ന് പറയും, ആസ്പിറേഷൻ കാരണം ഉണ്ടാവും. അപ്പൊ ഈ രീതിയിൽ ഇൻഫെക്ഷൻ കാരണമാണ് ന്യൂമോണിയ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻ വന്നാൽ അതിൽ ലങ്സിൽ കുറെ കോൺസിക്വൻസസ് ഉണ്ട്. അതനുസരിച്ച് ആ ഡിസീസ് ഉണ്ടാകും. ഓക്കെ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു രോഗം അത് ഏതൊക്കെ തരം ആളുകളിലേക്ക് വരാനുള്ള സാധ്യതകൾ അതെങ്ങനെയൊക്കെയാണ്? ന്യൂമോണിയ എല്ലാ പ്രായത്തിലുള്ള ആൾക്കും ഉണ്ടാവാം. പക്ഷെ ന്യൂമോണിയ കാരണമുള്ള മരണം, മോർട്ടാലിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവണം കുട്ടികളിലും പിന്നെ ഏറ്റവും പ്രായം കൂടിയ ആളുകളിലാണ് ഉണ്ടാകുക. അപ്പം ന്യൂമോണിയ എല്ലാ പ്രായത്തിലും ഉണ്ടാവും. പക്ഷെ അതിന്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ അത് കാരണമുള്ള മോർട്ടാലിറ്റി ചില ഏജ് ഗ്രൂപ്പ്സിൽ കൂടുതലാണ്. അപ്പം പ്രായം കുറഞ്ഞ കുട്ടികള്, പ്രായം കൂടിയ ആൾ, പിന്നെ പലതരം ഇമ്മ്യൂണോ ഡെഫിഷ്യൻസീസ്, ഇപ്പോൾ HIV അല്ലെങ്കിൽ വേറെ ഡയബറ്റിസ് അങ്ങനെയൊക്കെയുള്ള നമ്മളെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്കും ന്യൂമോണിയയുടെ സിവിയറിറ്റി കൂടുതലായിട്ട് വരും. ഒക്കെ നമ്മുടെ ഒരു സാധാരണ ചുമ, കഫക്കെട്ട്, പനി ഇതൊക്കെ ഏതൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ന്യൂമോണിയ ആയിട്ട് മാറുന്നത്? ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. കോമണസ്റ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, മൂക്കിൽ, അപ്പൊ റൈനൈറ്റിസ് അല്ലെങ്കിൽ ഫാരിഞ്ചൈറ്റിസ്, തൊണ്ടയിലുള്ള ഇൻഫെക്ഷൻ, അതൊക്കെയാണ് ന്യൂമോണിയക്കാളും കൂടുതൽ കോമൺ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കൾ, ഐ മീൻ വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും അത് തന്നെ ആവാം ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. അപ്പൊ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വളരെ കോമൺ ആയിട്ട് ഉണ്ടാവുക. പക്ഷെ താഴേക്ക് ലങ്സിലേക്ക് അല്ലെങ്കിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് ന്യൂമോണിയ ആകുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിലും, ഇപ്പൊ കോവിഡ് വരുമ്പോഴും ആദ്യം നമുക്ക് ഉണ്ടാവുന്ന അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിലാണ്. തൊണ്ടയിലും തൊണ്ടവേദന, ജലദോഷം, അങ്ങനെ ആ രീതിയിലായിരിക്കാം വൈറൽ ഇൻഫെക്ഷൻ. അത് കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് സ്പ്രെഡ് ചെയ്യാം. ചില ഇൻഫെക്ഷൻ, ന്യൂമോകോക്കൽ ന്യൂമോണിയൊക്കെ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരാതെ തന്നെ നേരെ നമ്മൾ ലങ്സിലേക്ക് നമ്മൾ വായ്ക്കകത്തുള്ള ബാക്ടീരിയയെ ആസ്പിറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും ഉണ്ടാവാം. അപ്പൊ ഈ പറഞ്ഞ ബാക്ടീരിയ നെഞ്ചിന്റെ അകത്ത് കയറി പോകാന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ എല്ലാവരും ഉറങ്ങുമ്പം ചെറിയ രീതിയിൽ ആസ്പിറേഷൻ, മൈക്രോ ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷെ എല്ലാവർക്കും ന്യൂമോണിയ വരണമെന്നില്ല. ഈ ബാക്ടീരിയയുടെ എണ്ണം, എത്ര ബാക്ടീരിയ നമ്മൾ അകത്തേക്ക് ആസ്പിറേറ്റ് ചെയ്യണോ, വായ്ക്കകത്തുള്ള കണ്ടന്റ്സ് ആണ് നമ്മൾ ആസ്പിറേറ്റ് ചെയ്യണം. പലരുടെയും വായ്ക്കകത്ത് ഓറൽ ഹൈജീൻ മോശമാണ്, അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിൽ ബാക്ടീരിയയുടെ എണ്ണം കൂടുതലാണെങ്കിൽ അങ്ങനെ വരും. ആ ബാക്ടീരിയയുടെ വിറുലൻസ്, അതിന്റെ ശക്തി കൂടുതലാണെങ്കിൽ അതും ന്യൂമോണിയ ഉണ്ടാക്കാൻ കാരണം ഉണ്ടാവാം. പിന്നെ നമ്മൾ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരാൾക്ക് ന്യൂമോണിയ ആകുമോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കും. ശരി ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പേയാട് നിന്നും ചന്ദ്രമോഹൻ ആണ്. ചന്ദ്രമോഹൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്തേ. ഡോക്ടർ കേൾക്കാമോ? പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് സംശയം വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് സമയത്ത് വൈഫിന് ന്യൂമോണിയ വന്നു, കാര്യമായിട്ട് വന്നു, ഒരു കണക്കിന് തിരിച്ചു കിട്ടിയതാണ്. പക്ഷെ ഇപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സിന്റെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എന്ന് വെച്ചാൽ എക്സ്റേ എടുത്ത് നോക്കാറുണ്ട്, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം. ആ കാർമേഘം പോലെ കിടക്കുന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിപ്പോയിട്ടില്ല ഡോക്ടർ. ഓക്കെ, ഞാൻ മനസ്സിലാക്കി. ചോദ്യം അത്രയും വ്യക്തമായില്ല. ഞാൻ മനസ്സിലാക്കണം, കോവിഡ് സമയത്ത് ന്യൂമോണിയ വന്നിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ കാര്യം അതിനെ പറ്റിയാ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂമോണിയ ബാക്ടീരിയ കാരണവും വൈറസ് കാരണവും ഉണ്ടാവാം. സാധാരണ നമ്മൾ ഏറ്റവും കോമണസ്റ്റ് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ആയിട്ട് ന്യൂമോണിയ പറയുന്നത് ന്യൂമോകോക്കൽ ന്യൂമോണിയ എന്ന് പറഞ്ഞ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞ ഓർഗാനിസം കാരണം ഉണ്ടാവുന്ന ന്യൂമോണിയ. അത് ലങ്സിന്റെ ഒരു ലോബിനെ ബാധിക്കും, ലോബാർ ന്യൂമോണിയ എന്ന് പറയും. മരുന്ന് എടുത്ത് നല്ല രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. നമ്മളെ ലങ്സ് പെർഫെക്റ്റ്ലി നോർമൽ ആയി കഴിയും, ആ ന്യൂമോണിയ മാറിക്കഴിയും. ഇപ്പം പറഞ്ഞ ന്യൂമോണിയ പക്ഷെ വേറെ രീതിയിലുള്ള ന്യൂമോണിയ. അപ്പം കോവിഡ് ന്യൂമോണിയ, അപ്പം കോവിഡില് വൈറൽ ന്യൂമോണിയാസ് ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ലോബല്ല, ലങ്സിലെ മിക്കവാറും എല്ലാ ലോബ്സിലും ഒരു ജനറലൈസ്ഡ് ആയിട്ട് മൊത്തത്തിൽ 2 ലങ്സും ഇൻവോൾവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ന്യൂമോണിയാസ് പലതും മാറി വരാം. H1N1 അല്ലെങ്കിൽ കോവിഡ് കാരണമുള്ള ന്യൂമോണിയ മാറിയതിന് ശേഷവും ചിലപ്പം കുറച്ചു കാലത്തേക്ക് പേഷ്യന്റിന്
ലങ്സിന്റെ അകത്ത് കുഴപ്പമുണ്ടാവും, സിംറ്റംസും ഉണ്ടാവും. നമ്മൾ അതിനെ ലോങ് കോവിഡ് എന്ന് പറയും. ഇപ്പം 3 മാസം അല്ലെങ്കിൽ ചിലർക്ക് ഈവൻ വർഷങ്ങള് അത് കാരണമുള്ള ലങ്സിലുള്ള പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യാം. അത് നല്ലൊരു ശതമാനം ആൾക്ക് അതും പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്യും. ഒരു ചെറിയ ശതമാനം ആൾക്കാണ് അതിങ്ങനെ നിലനിൽക്കുന്നത്. അതിന് നമ്മൾ വേണ്ട രീതിയിലുള്ള ടെസ്റ്റുകൾ, ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്, എക്സ്റേ, ചിലപ്പോൾ CT സ്കാൻ, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് അതിനും പരിഹാരമുണ്ട്, ചികിത്സയുണ്ട്. അപ്പൊ നമ്മൾ അത് നിങ്ങളെ ഭാര്യയ്ക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കാം. ഇപ്പം പറഞ്ഞ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി അതെല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞു. അപ്പം ഇനി അങ്ങോട്ട് അത് കാരണം ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമുക്ക് ഈ ഒരു ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ അതെന്തൊക്കെയാണ്? ഏതൊക്കെ ഘട്ടത്തിലെത്തുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ വരുന്നത്? ന്യൂമോണിയ സാധാരണ ന്യൂമോണിയ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ചുമ, കഫം വരിക, കഫത്തിന് മഞ്ഞ നിറം ഉണ്ടാവും. ബാക്ടീരിയൽ ന്യൂമോണിയ ആണെങ്കിൽ, വൈറൽ ന്യൂമോണിയ ആണെങ്കിൽ ആ മഞ്ഞ നിറം വരണമെന്നില്ല. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, പലർക്കും പ്ലൂറ, ലങ്സിന്റെ കവറിങ്, പ്ലൂറയും കൂടെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പ്ലൂറസി എന്ന് പറയും. ശ്വാസം വലിച്ചെടുക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ നെഞ്ചിലുണ്ടാവുന്ന വേദന, പിന്നെ മൊത്തത്തിലൊരു മലേസ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ആദ്യ ലക്ഷണങ്ങൾ. ന്യൂമോണിയ പ്രോപ്പറായിട്ട് ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ വഷളാവാൻ സാധ്യതയുണ്ട്, സെപ്സിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ആളുടെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയാം, ബ്ലഡ് പ്രഷർ കുറഞ്ഞ് ബോധക്കേട് വരാം, ബോഡിയിലെ പല അവയവങ്ങളെയും ബാധിക്കാം. അപ്പൊ അത് സീരിയസ് ഫോം ഓഫ് ന്യൂമോണിയ. അപ്പൊ നമ്മൾ സാധാരണ ന്യൂമോണിയ എത്രയും നേരത്തെ ചികിത്സിക്കണം. ന്യൂമോണിയ എത്ര നേരത്തെ നമ്മൾ ചികിത്സിക്കണം അത്രയും നല്ല ട്രീറ്റ്മെന്റ് ഔട്ട്കമാണ് നമുക്ക് ഉണ്ടാവുക. അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ നാഷണൽ പ്രോഗ്രാം, ന്യൂമോണിയ പ്രിവെൻഷൻ പ്രോഗ്രാം ഉണ്ട്. അതില് നമ്മളെ പെരിഫറിയിലുള്ള ഹെൽത്ത് വർക്കേഴ്സ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സോ അങ്ങനെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലുള്ള നഴ്സസിന് തന്നെ ന്യൂമോണിയ ഡയഗ്നോസ് ചെയ്യാം. സാധാരണ ഇപ്പൊ എന്റെ ലെവലിൽ ഒരു ഡോക്ടർ ന്യൂമോണിയ ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു നെഞ്ചിന്റെ എക്സ്റേ എടുത്ത് നോക്കി എക്സ്റേയിൽ കുഴപ്പം കണ്ടതിന് ശേഷമാണ് ന്യൂമോണിയ എന്ന് പറയണത്. പക്ഷെ അത്രയും ഒരു ഡോക്ടറെ അടുത്ത് എത്താനുള്ള താമസം, എക്സ്റേ എടുക്കാനുള്ള താമസം, അത് കഴിഞ്ഞ് ഡയഗ്നോസ് ചെയ്യാനുള്ള ആ താമസം കാരണം പേഷ്യന്റ് മരണമോ അല്ലെങ്കിൽ സീരിയസ് ആകാനുള്ള സാധ്യത കുറയ്ക്കാനായിട്ട് സർക്കാർ തന്നെ പെരിഫറിയിലുള്ള ഹെൽത്ത് വർക്കേഴ്സിന് കുട്ടികളുടെ ന്യൂമോണിയ, പ്രത്യേകിച്ച് കുട്ടികളുടെ ന്യൂമോണിയ, ശ്വാസത്തിന്റെ റെസ്പിറേറ്ററി റേറ്റ് എത്ര, ഒരു മിനിറ്റിൽ എത്ര തവണ കുട്ടി ശ്വാസം എടുക്കണം, റെസ്പിറേറ്ററി എഫേർട്ട്, വയറൊക്കെ വലിച്ചെടുത്ത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാണിക്കണ്ടോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് ന്യൂമോണിയ ആകാമെന്ന് സസ്പെക്ട് ചെയ്യാം. ആദ്യത്തെ ആന്റിബയോട്ടിക് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് കുട്ടിയെ എത്രയും പെട്ടെന്ന് റെഫർ ചെയ്യാം. അപ്പം ഈവൻ ചെറിയ ലക്ഷണങ്ങൾ വെച്ച് ശ്വാസത്തിന്റെ റേറ്റും ഈ പറഞ്ഞ എഫേർട്ടും വെച്ചിട്ട് തന്നെ ഒരു നോൺ ഡോക്ടറിന് വരെ ന്യൂമോണിയ ഡയഗ്നോസ് ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ നമ്മളെ ഗവൺമെന്റ് തന്നെ പോളിസിയുണ്ട്. ഞങ്ങളുടെ ലെവലിൽ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ അതിന്റെ സീരിയസ്നെസ് പറയാൻ പല സ്കോറിംഗ് സിസ്റ്റംസ് ഉണ്ട്. വെച്ചാൽ ഒരു പേഷ്യന്റ് വരുമ്പം തുടക്കത്തിൽ തന്നെ ആ ന്യൂമോണിയ എത്ര അധികം വഷളാകാമെന്ന് പ്രഡിക്ട് ചെയ്യാനായിട്ട് പല സ്കോർസ് ഉണ്ട്. കർബ് സ്കോർ, കർബ് 60, CRB 60, PSI എന്ന് പറഞ്ഞ് പല സ്കോർസ് ഉണ്ട്. അത് വെച്ച് ഡോക്ടേഴ്സ് തുടക്കത്തിൽ തന്നെ ഈ ന്യൂമോണിയ എത്രത്തോളം സീരിയസ് ആകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യും. അതിന്റെ അനുസരിച്ച് ഇപ്പം കർബ് സ്കോർ കുറവാണെങ്കിൽ പേഷ്യന്റിനെ വീട്ടിൽ വിട്ട് ആന്റിബയോട്ടിക്സ് കൊടുത്ത് തന്നെ ചികിത്സിക്കാം. കർബ് സ്കോർ ഇട സ്കോറുകളിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്ത് വാർഡിൽ തന്നെ കിടന്ന് ചികിത്സിക്കാം. തുടക്കത്തിൽ തന്നെ ഈ സ്കോർ വളരെ ഹൈ ആണെങ്കിൽ വരുമ്പോൾ തന്നെ പേഷ്യന്റിനെ നമ്മൾ ICUവിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കും. ബിക്കോസ് ആ സ്കോർ കൂടുമ്പോൾ മരണത്തിന് സാധ്യത വളരെ കൂടുതൽ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഒരു അസുഖം ഈ ശ്വാസകോശത്തെ അത് എങ്ങനെയൊക്കെ ബാധിക്കുന്നു? മറ്റ് ശ്വാസകോശ രോഗങ്ങളിലേക്ക് ഇത് കൺവേർട്ട് ആവുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടോടൈപ്പ് ന്യൂമോണിയ, ലോബാർ ന്യൂമോണിയ എന്ന് പറയുന്നത് ന്യൂമോകോക്കൽ ന്യൂമോണിയ. അപ്പൊ ഇതില് ലങ്സിൽ ഇൻഫെക്ഷൻ വരുമ്പം ബാക്ടീരിയ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയെ തടയാനായിട്ട് അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനായിട്ട് നമ്മളെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കിക്ക് ഇൻ ചെയ്യും. അപ്പം ആദ്യം ലങ്സിന്റെ അകത്ത് നമ്മൾ ശ്വാസം എടുക്കണ ഏരിയാസിന് ആൽവിയോളായി എന്ന് പറയും. ഈ ആൽവിയോളയ്ക്ക് അകത്ത് ബാക്ടീരിയ വരെയും ഈ ബാക്ടീരിയ തടയാനുള്ള സെൽസ് എല്ലാം കൂടെ വന്ന് ആ ലങ്സിന്റെ ആ ലോബ് മുഴുവൻ ഫ്ലൂയിഡും നമ്മളെ ബാക്ടീരിയയും ഇതിന്റെ ഇമ്മ്യൂൺ സെൽസ്, നമ്മൾ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ന്യൂട്രോഫിൽസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നിറഞ്ഞ് ലങ് ഒരു സോളിഡായി മാറും. വെള്ളം നിറഞ്ഞ ഒരു ലിവറിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആയി മാറും. ഇതാണ് നമ്മൾ എക്സ്റേയിൽ കാണുന്നത്. എക്സ്റേയിൽ നമ്മൾ അതിനെ കാണുന്നതിന് കൺസോൾട്ടേഷൻ എന്ന് പറയും. എക്സ്റേയിൽ കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ട്, അത് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ലങ്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ അകത്തേക്ക് എടുക്കുക, കാർബൺ ഡയോക്സൈഡ് വെളിയിലേക്ക് വിടുക. അപ്പൊ ഈ ലങ് കംപ്ലീറ്റ്ലി എയർ കയറാത്ത രീതിയിലാവും. അപ്പൊ നമുക്ക് ബോഡിയിൽ ആ ഭാഗത്തുനിന്ന് ഓക്സിജൻ എന്തായാലും അകത്ത് കയറാൻ പറ്റില്ല. സാധാരണ ഒരു ലോബ് മാത്രം ഇൻവോൾവ് ആവുന്നുണ്ട്, ബാക്കിയുള്ള ലോബ്സിൽ നിന്ന് ഓക്സിജനേഷൻ എല്ലാം കയറാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കോവിഡ് പോലെ അസുഖത്തിൽ മൊത്തം എല്ലാ ലോബ്സും ഇൻവോൾവ് ചെയ്യണ വൈറൽ ന്യൂമോണിയാസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ
പല ലോബ്സും ഇൻവോൾവ് ആവണോണ്ട് ലങ്സിൽ 5 ലോബ്സാണ് ഉള്ളത്. അപ്പൊ 5 ലോബ്സും ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഓക്സിജന്റെ അളവ് കുറയാം, പേഷ്യന്റിന് ശ്വാസം കംപ്ലീറ്റ്ലി എടുത്ത് നമ്മുടെ ബോഡിയുടെ ഓക്സിജനേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ലങ്സിന്റെ മെയിൻ ഫംഗ്ഷൻ അത് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. ഇത് സാധാരണ ഇപ്പം നമുക്ക് ആന്റിബയോട്ടിക്സ് ഉണ്ട്, ചികിത്സിക്കാൻ നല്ല മരുന്നുണ്ട്. പക്ഷെ മരുന്ന് വരുന്നതിന്റെ മുമ്പ് തന്നെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി തന്നെ ചിലപ്പം ഈ നിമോണിയ കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് വരും. കുറച്ച് കഴിയുമ്പം ആ നിമോണിയ എല്ലാം മാറി 1 മാസം 1.5 മാസം ആയി കഴിഞ്ഞാൽ ലങ്സ് കംപ്ലീറ്റ്ലി ക്ലിയർ ആവും. അപ്പൊ അങ്ങനെയുള്ള നിമോണിയ വന്നു കഴിഞ്ഞാൽ, സാധാരണ നിമോണിയ ലോബാർ നിമോണിയാസ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പേഷ്യന്റ് ലോങ് ടേം ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ചിലതരം നിമോണിയാസിൽ ലങ്സിന് കാര്യമായിട്ട് ഡാമേജ് ഉണ്ടാവും, സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടാവും. ചിലതരം കോവിഡ് നിമോണിയാസിൽ ലങ്ങിന് ഫൈബ്രോസിസ് വരാം. ക്ലെപ്സിയെല്ല എന്ന് പറഞ്ഞ നിമോണിയ വന്നു കഴിഞ്ഞാൽ ലങ്സ് കാര്യമായിട്ട് ഒന്ന് ഒരു വീർത്ത് വന്ന് അതിന് നമ്മൾ ബൾജിങ് ഫിഷറൊക്കെ വന്ന് അങ്ങനെ വന്ന് അതിന് ഡിസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഫൈബ്രോസിസ് വരാം, ലങ് ആ ഭാഗത്തെ ലങ് ചുരുങ്ങിപ്പോവാം. ഇതല്ലാതെ നിമോണിയക്ക് കോംപ്ലിക്കേഷൻസും വരാം. കോംപ്ലിക്കേഷൻസ് ആണ് സാധാരണ നിമോണിയ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ അത് പഴുപ്പ് കെട്ടണം. നമ്മൾ ബോഡിയിലൊക്കെ പുറത്ത് പഴുപ്പ് കെട്ടിയിരിക്കുന്ന പോലെ ലങ്സിന്റെ അകത്ത് ഒരു ആപ്സസ് പോലെ ഫോം ചെയ്യാം. ലങ് ആപ്സസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സയും നീണ്ടുപോകും, അതിന്റെ കോംപ്ലിക്കേഷൻസ് വേറെ ഉണ്ടാവും. ഇതാണ് ലങ്സിന്റെ വെളിയിലുള്ള ഭാഗം, നമ്മൾ പ്ലൂറ എന്ന് പറയും. ലങ് കവർ ചെയ്യണ ഒരു 2 ലെയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മൾ ലങ്സിനെ കവർ ചെയ്യണം. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് സാധാരണ സ്പേസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിമോണിയ വന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഫ്ലൂയിഡ് കെട്ടിവരാം. വെറുതെയുള്ള ഫ്ലൂയിഡ് ആണെങ്കിൽ നിമോണിയയുടെ ചികിത്സയുടെ ഭാഗമായിട്ട്, സാധാരണ എക്സുഡേറ്റീവ് ഫ്ലൂയിഡ് ആണെങ്കിൽ നിമോണിയ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് ക്ലിയർ ചെയ്യാം. പക്ഷെ ചിലർക്ക് ഈ ഫ്ലൂയിഡിന്റെ അകത്തും പഴുപ്പ് കയറി വരും, അതിന് എംപൈമ എന്ന് പറയും. അപ്പം അവിടെ ലങ്സിന്റെ വെളിയിലുള്ള പ്ലൂറയ്ക്കകത്ത് പഴുപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, പഴുപ്പ് കെട്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലങ്സിന്റെ വെളിയിൽ നിന്ന് നമ്മൾ ആ പ്ലൂറയിലേക്ക് സൂചിയിട്ടോ അല്ലെങ്കിൽ ട്യൂബ് ഇട്ടോ ആ പസ് എല്ലാം ഡ്രെയിൻ ചെയ്യേണ്ട ആവശ്യം വരാം. ആ പസ് ഡ്രെയിൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പൊട്ടി പുറത്ത് വരെ പസ് വരാം. ഇന്നത്തെ കാലത്ത് അങ്ങനെ ആർക്കും സംഭവിക്കാറില്ല, ബിക്കോസ് അതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ഇനീഷ്യേറ്റ് ചെയ്യും. അപ്പൊ ഈ രീതിയിൽ പല പല കോംപ്ലിക്കേഷൻ വരാം. ഏറ്റവും ഡ്രെഡഡ് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമോണിയ ലങ്സിൽ കൺട്രോൾ ആകാതെ, അവിടെ ലിമിറ്റഡ് ആകാതെ ബ്ലഡിലേക്ക് കയറി വരുന്നതിനെ നമ്മൾ സെപ്റ്റിസീമിയ എന്ന് പറയും. അപ്പം ബ്ലഡിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അവയവങ്ങളും പ്രവർത്തനരഹിതമാവും. അപ്പം കിഡ്നി പ്രവർത്തിക്കാതാവും, ലിവർ പ്രവർത്തിക്കാതാവും. അപ്പം മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷനും സെപ്സിസും പിന്നെ ലങ്സിൽ തന്നെ ARDS എന്ന് പറഞ്ഞ് ഒട്ടും ഓക്സിജൻ കയറാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ വളരെ അധികം മരണനിരക്കാവുള്ള 90% ഓൾമോസ്റ്റ് മോർട്ടാലിറ്റി ഉണ്ട്. മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ, സെപ്സിസ് ഒക്കെ വന്ന് ARDS ഒക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ആ എക്സ്ട്രീം, അത് അതിന്റെ ഏറ്റവും എക്സ്ട്രീമാണ്. അത് വളരെ ചെറിയ ശതമാനം ആൾക്കേ വരുള്ളൂ. പക്ഷെ അവ അങ്ങനെ വരുന്നവരെ ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്നും അഖിലയാണ്. അഖില, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറയും. എനിക്കാണെങ്കിൽ നേരത്തെ ഈ അലർജിയുടെ തുമ്മലുണ്ടായിരുന്നു. അതിപ്പോ പക്ഷെ ഒരു ആസ്മ പോലുള്ള ഒരു ഒരു കണ്ടീഷനിൽ നിൽക്കുകയാണ്. അപ്പം ഞാനിപ്പം ഫീഡിങ് ചെയ്യുന്ന ഒരു മദർ. അപ്പം എനിക്കിത് ഒരു പനി പോലെ വന്നിട്ടാണ് ഇത് എനിക്കിപ്പോ ഈ ഒരു സ്റ്റേജിൽ വന്നിരിക്കുന്നത്. പക്ഷെ അതപ്പം എന്റെ ബേബിക്കും അപ്പൊ ആ ഒരു പനി, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഈ ആസ്മ പിന്നീട് ഈ നിമോണിയ പോലെ ആവുമ്പോൾ ഇത് പിന്നീട് ഈ കുട്ടികളിലേക്ക് ഇങ്ങനെയുള്ളത് സ്പ്രെഡ് ചെയ്യുമോ? ഈ ചോദ്യം അത്രയും വ്യക്തമായില്ല. ചോദ്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാമോ, എന്താ ചോദിച്ചതെന്ന്? അതായത് ഇപ്പൊ എനിക്കിപ്പം ഈ എന്റെ അലർജി ഒരു ആസ്മ എന്നുള്ള ഒരു കണ്ടീഷനിൽ വന്ന് നിൽക്കുമ്പോൾ അത് പിന്നീട് ഇനി ഭാവിയിൽ ഇതിപ്പോ നിമോണിയ പോലുള്ള ഒരു പ്രശ്നത്തിലോട്ട്, അതായത് എനിക്കിപ്പം അലർജിയാണ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പം ആസ്മ പോലെ, അതായത് ഇപ്പൊ എനിക്ക് മരുന്ന് കൂടുതൽ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയാ ആവി പിടിച്ച് മാറേണ്ട ഒരു സിറ്റുവേഷനിലാണ്. പക്ഷെ അതപ്പം ഇപ്പൊ എന്റെ ബേബിക്കും അത് ഫീഡ് ചെയ്യുന്നോണ്ടാണോ അതോ ഇപ്പൊ എന്റെ കൂടെ കുഞ്ഞ് കൂടുതൽ ടൈം ഉള്ളത് കൊണ്ടായിരിക്കാം അയാൾക്കും അപ്പൊ ആ ഒരു പനി പോലെ ഉള്ളൊരു സംഭവം ഉണ്ട്. അത് അയാൾക്കും അതങ്ങോട്ട് വിട്ടു മാറുന്നില്ല. അപ്പം എനിക്ക് ഈ ഒരു ഇത് ഇങ്ങനെ നിൽക്കുന്നത് ഈ ഒരു ആസ്മ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് കൊണ്ടായിരിക്കുമോ വാവയ്ക്കും ഇങ്ങനെ ഈ ഒരു പനിയുടെ പ്രശ്നം ഉണ്ടാവുന്നത്? അപ്പം ഭാവിയിൽ ഇയാൾക്കും ഇതുണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? എനിക്ക് ചോദ്യം അത്രയും ക്ലിയർ ആയോ? ഓഡിയോയിൽ പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കണത് നിങ്ങൾക്ക് അലർജിയുടെ അസുഖവും കൂട്ടത്തിലുണ്ട്, ആസ്മ പോലെയുണ്ട്. അലർജിക് റൈനൈറ്റിസ് ആസ്മയും കൂടെ ഉണ്ട്. ആ കൂട്ടത്തിൽ തന്നെ അത് കുട്ടികൾക്ക്, അപ്പം ഈ പറഞ്ഞ അലർജിക് റൈനൈറ്റിസ്, ആസ്മ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഫെമിലിയൽ ആണ്. അപ്പം കുട്ടികൾക്കോ പേരൻസിനോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ രീതിയിലുള്ള അസുഖങ്ങളുടെ ചികിത്സ ന്യൂമോണിയയുടെ ചികിത്സയിൽ നിന്ന് വ്യത്യസ്തമാണ്. പക്ഷെ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ ഇൻഫെക്ഷൻ വരുമ്പം ന്യൂമോണിയ തന്നെ വരണമെന്നില്ല, ബ്രോങ്കൈറ്റിസോ അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ
നമ്മളെ വെസ്റ്റേൺ വേ ഓഫ് ടോക്കിങ്ങിൽ കോൾഡ്സ് ഗോയിങ് ടു ദ ചെസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ അവർക്ക് നെഞ്ചിന്റെ അകത്തും സിംറ്റംസ് വരും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും, ശ്വാസം എടുക്കുമ്പോൾ കീന്ന് ശബ്ദം, വീസിങ് എന്ന് പറയുമ്പോൾ വീസിങ് വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. അത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഒരു ആസ്മയുള്ള ഫാമിലിയിലാണെങ്കിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ, സാധാരണ കുട്ടികളാണ് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത്, ഒരാൾക്ക് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവർക്കും ഇൻഫെക്ഷൻ വരും. ആ സമയത്ത് എല്ലാവർക്കും ഈ പറഞ്ഞ ആസ്മ എക്സസർബേഷൻ വരും. ഇതേപോലെ ഒരു അടുത്ത രീതിയിലുള്ള അസുഖമാണ് COPD എന്ന് പറയുന്നത്. പ്രായമുള്ളവർക്ക്, പുകവലിക്കുന്ന ആൾക്ക്, അങ്ങനെയുള്ളവർക്ക് വരുന്ന അസുഖമാണ്. അതിലും ഈ രീതിയിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് അതിന്റെ അസുഖം കൂടുന്നത്, എക്സസർബേഷൻ വരുന്നത്. ഈ രണ്ട് തരം അസുഖങ്ങളിൽ, എയർവേ ഡിസീസസിലും ഒരു ഇൻഫെക്ഷൻ അസുഖം സിവിയർ ആവാൻ, എക്സസർബേഷൻ വരാൻ ഒരു മേജർ കോസാ. നമ്മൾ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ ഇങ്ങനെ കൂടാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ രണ്ട് അസുഖങ്ങൾക്കും നല്ല ചികിത്സയുണ്ട്. അലർജിയുടെ അസുഖത്തിന് ആസ്മ പോലെ ഉണ്ടെങ്കിൽ നല്ല ഇൻഹേലേഴ്സ് ഉണ്ട്. ആ ഇൻഹേലേഴ്സ് എടുത്ത് നമ്മൾ ആസ്മ ഫുള്ളി കൺട്രോൾ ആയി പോയി കഴിഞ്ഞാൽ ഈ കൂടെ ഇൻഫെക്ഷൻ വന്ന് കൂടെ കുട്ടികളെ സ്കൂൾ മിസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കും ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള റിക്കറന്റ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസും സിംറ്റംസും നമുക്ക് തടയാൻ പറ്റും. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു രോഗം സങ്കീർണമാവാനുള്ള സാധ്യതകൾ അത് എത്രത്തോളമാണ്? ഏതൊരു ഘട്ടത്തിലാണ് ഇത് സങ്കീർണമാകുന്നത്? ഗുരുതരമാകുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂമോണിയ നേരത്തെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം. ഈ ട്രീറ്റ്മെന്റിന് ഡിലേ ഉണ്ടാകുക, ആദ്യത്തെ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡിലേ ഉണ്ടാകും. പൊതുവെ ഗൈഡ് ലൈൻസിലൊക്കെ ഇപ്പം ദൂരെ നിന്ന് എവിടെന്നെങ്കിലും റെഫർ ചെയ്ത് വലിയ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് വിടുകയാണെങ്കിൽ അവിടുന്ന് തന്നെ മരുന്ന് ആരംഭിച്ചിട്ട് വിടാനാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ തന്നെ മരുന്ന് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ മരണം കുറയ്ക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പല സ്കോർസ് ഉണ്ട്, അത് വെച്ച് പേഷ്യന്റെ കണ്ടീഷൻ മോശമാവുണ്ടോന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്സിജൻ സാച്ചുറേഷൻ കുറയണോ, അപ്പൊ ഓക്സിജന്റെ അളവ് ഇന്നിപ്പോൾ അത് വളരെ എളുപ്പമാണ് മെഷർ ചെയ്യാൻ. പലരുടെയും വീട്ടിൽ തന്നെ ഡിവൈസ് ഉണ്ട്. നമ്മൾ ഓക്സിജൻ ഒരു ഫിംഗർ പൾസ് ഓക്സിമെട്രി വെച്ച് കഴിഞ്ഞാൽ ഓക്സിജന്റെ അളവ് കുറയണ്ടോ എന്ന് അറിയാൻ പറ്റും. പ്രഷർ കുറയണുണ്ടെങ്കിൽ അത് ഒരു സീരിയസ്നെസിന്റെ ലക്ഷണമാണ്. ബ്ലഡ് യൂറിയ കൂടുന്നുണ്ടെങ്കിൽ അത് ബ്ലഡ് മെഷർ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. പേഷ്യന്റ് ഏതെങ്കിലും രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊരു എന്ന് വെച്ചാൽ ഒരു ഡിസോറിയന്റേഷൻ ഉണ്ട്, ശരിക്കും ഒരു ഓർമ്മക്കുറവ് പോലെ ഉണ്ട്, ന്യൂമോണിയ വന്ന പേഷ്യനെങ്കിൽ അതൊരു സീരിയസ്നെസ് ഇഷ്യൂ ആണ്. ശ്വാസം എടുക്കാനുള്ള നിരക്ക്, റെസ്പിറേറ്ററി റേറ്റ് വളരെ കൂടുതലാണെങ്കിൽ അതൊരു സീരിയസ്നെസ് ആണെന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പല ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ പേഷ്യന്റിന് സീരിയസ്നെസ് വരും എന്നുള്ളത്. ഈ തുടക്കത്തിലെ കർവ് സ്കോർ, അങ്ങനെയുള്ള സ്കോർസ് കൂടുതലുള്ളവരിൽ സീരിയസ് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ആയതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ ഗൈഡ് ലൈനിലും നമ്മൾ ആശുപത്രികളിലും അങ്ങനെയുള്ള പേഷ്യന്റിനെ വരുമ്പോൾ തന്നെ ആദ്യമേ നമ്മൾ ICUവിൽ കിടത്തും. എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനോ റെസ്പിറേറ്ററി ഫെയിലിയറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ അതിനുള്ള വെന്റിലേറ്റ് ചെയ്തോ എങ്ങനെയാണെന്നുള്ള ആ രീതിയിൽ ചികിത്സ കൊടുക്കാൻ പറ്റും. കുറച്ചുകൂടെ മൈൽഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ വീട്ടിൽ തന്നെ ചികിത്സിക്കും. അവർക്ക് കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത കുറവാണ്. മരുന്ന് കൃത്യമായിട്ട് കഴിക്കുകയും അത് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ മാറുന്ന അസുഖമാണ് ന്യൂമോണിയ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ചെന്നിത്തലയിൽ നിന്നും പൊന്നമ്മയാണ്. പൊന്നമ്മ ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ മോനെ പറയ്. 24 വയസ്സുണ്ട്. ആ അവന് ചെറുതിലെ മുതലേ വിമ്മിഷ്ടം ചെറുതായിട്ടുണ്ടാകുമായിരുന്നു. അപ്പൊ ഈ തണുപ്പായതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, അവനിപ്പോ ചെറിയ തോതിൽ വിമ്മിഷ്ടമുണ്ട്, ചുമയുണ്ട്. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഇൻഹേലർ എടുക്കാൻ പറഞ്ഞു. അപ്പൊ അവന് പേടി, ഇൻഹേലർ എടുത്താല് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി വരുമോ അമ്മേ, അതുകൊണ്ട് എന്തോ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുക. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം ഡോക്ടർ? ഓക്കെ, എനിക്ക് ഓഡിയോയിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എനിക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് തരാമോ ഫ്രം അവർ സൈഡ്? എന്താണെന്നുള്ള ചോദിച്ചത്. അവർ ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് ഇത് തുടർന്ന് പോകേണ്ടി വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഓക്കെ, അത് ന്യൂമോണിയ ആയിട്ട് റിലേറ്റഡ് അല്ല. എനിക്കൊന്ന് 24 വയസ്സായ അവരുടെ മകനെ പറ്റിയാണ് ചോദിച്ചത്. ഇപ്പൊ 24 വയസ്സായ ആൾക്ക് ഈ പറഞ്ഞ ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടർ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ നേരത്തെ വിളിച്ച ആൾ പറഞ്ഞ പോലെ തന്നെ അയാൾക്കും ആസ്മ ഉണ്ടാവാം. അപ്പൊ ആസ്മയുള്ള ആൾക്ക് ഇൻഹേലർ റെഗുലർ ആയിട്ട് എടുക്കേണ്ട അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ന്യൂമോണിയ കാരണമുള്ള മരണനിരക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഓരോ വർഷം ന്യൂമോണിയ കാരണം 4 ലക്ഷത്തിലധികം ആളുകൾ ഓരോ വർഷം മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ അധികം മരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ആസ്മ. അപ്പൊ രണ്ട് അസുഖങ്ങളും
വളരെയധികം മരണം ഉണ്ടാക്കുന്ന അസുഖങ്ങൾ. രണ്ട് അസുഖത്തിലും ഞങ്ങളെ പോലെയുള്ള സ്പെഷ്യലിസ്റ്റിനുള്ള മരണത്തിന്റെ കാര്യത്തിലുള്ള വിഷമം എന്താന്ന് പറഞ്ഞാൽ ഈ മരണം പൂർണ്ണമായിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന പ്രിവെന്റബിൾ മോർട്ടാലിറ്റി. വേറെ ചില അസുഖങ്ങളുണ്ട് ഞങ്ങൾ ചികിത്സിക്കണം, അതിന് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അസുഖം മാറ്റാനുള്ള സാധ്യതയും ചികിത്സിച്ച് അതിനുള്ള ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യത കുറച്ചുകൂടെ കുറവാണ്. ഇത് രണ്ട് അസുഖങ്ങൾ, നിമോണിയ നമ്മൾ കറക്റ്റ് ആയിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറും, അയാളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ ആസ്മയിലും ഇൻഹേലർ കറക്റ്റ് ആയിട്ട് പേഷ്യന്റ് എടുത്തു പോയി കഴിഞ്ഞാൽ അയാളെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും, പല പല കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ പറ്റും. ഈ പറഞ്ഞ മകന് 24 വയസ്സായ മകന് അമ്മ പറഞ്ഞ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കണം ഇപ്പോഴും സിംറ്റംസ് ഉണ്ട്, ചുമയൊക്കെ വരുന്നുണ്ട്. അപ്പൊ സിംറ്റമാറ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലക്ഷണങ്ങൾ ആസ്മ പൂർണ്ണമായിട്ട് കൺട്രോൾ ആയിട്ടില്ല. അപ്പം ഇൻഹേലർ എന്തായാലും എടുക്കണം. റെഗുലർ ആയിട്ട് 2 നേരമായിരിക്കും ഡോക്ടർ എടുക്കാൻ പറഞ്ഞത്, 2 നേരം തന്നെ എടുക്കണം. സാധാരണഗതിയിൽ ഇപ്പം എത്ര കാലം എടുക്കണം എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ സാധാരണഗതിയിൽ ഇൻഹേലേഴ്സ് ടേപ്പർ ചെയ്യാൻ വെച്ചാൽ ഡോസ് കുറച്ച് നിർത്താനുള്ളതിന് ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ സാധാരണഗതിയിൽ ആസ്മയുള്ള പേഷ്യന്റിന് ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർമാർ അസസ് ചെയ്യേണ്ടത്. അപ്പൊ 3 മാസം കഴിഞ്ഞ് ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാം, പക്ഷെ 3 മാസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ഒന്നുകൂടെ പരിശോധിച്ച് നോക്കിയിട്ടും അവരുടെ ലക്ഷണങ്ങൾ എത്ര കൺട്രോൾ ആയി, സിംറ്റംസ് കൺട്രോൾ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടും ചിലപ്പോൾ ലങ്സിന്റെ ടെസ്റ്റ്, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും, അതും നോക്കിയിട്ട് പേഷ്യന്റിന് മരുന്ന് കുറയ്ക്കാമോ എന്നുള്ള തീരുമാനം എടുക്കും. കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു പകുതി ഡോസ് നമ്മൾ മരുന്നാക്കും, പിന്നെയും അടുത്ത 3 മാസം കഴിഞ്ഞ് പിന്നെയും പകുതി, അങ്ങനെ കുറച്ച് ഒരു സ്റ്റേജ് ആകുമ്പോൾ പല പേഷ്യന്റും മരുന്ന് കംപ്ലീറ്റ്ലി ആവശ്യം അനുസരിച്ച് കുറയ്ക്കാൻ പറ്റും. അത് പേഷ്യന്റോ പേഷ്യന്റെ വീട്ടുകാരോ തീരുമാനിക്കാൻ പാടില്ല. അതൊരു ഡോക്ടറിന്റെ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അല്ലെങ്കിൽ അടുത്തുള്ള ഡോക്ടറിന്റെ നിരീക്ഷണത്തിൽ സിംറ്റം കൺട്രോൾ അനുസരിച്ച് നിർത്താവും. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മ വിളിച്ചത് 24 വയസ്സായ മോന് സിംറ്റംസ് ഉണ്ടെന്നാണ് പറയണത്. അപ്പൊ എന്തായാലും മരുന്ന് നിർത്തല്, ഫോളോ അപ്പിന് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ പോയി കാണിക്കും. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് റഫീഖാണ്. റഫീഖ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ റഫീഖ് ചോദിച്ചോളൂ. എനിക്ക് ഒരു ചുമ വരുമ്പോ ശ്വാസം കിട്ടാണ്ട് നിൽക്കുക, കവക്കിട്ട് ഓവർ. അത് ഡോക്ടറെ കാണിച്ച് സ്കാനിങ് എക്സ്റേ എടുത്തപ്പോ ന്യൂമോണിയ ബാധിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതിന് കുറച്ച് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ നിൽക്കും, ഗുളിക ആന്റിബയോട്ടിക് ഗുളിക കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചക്ക് 1 മാസത്തിന്റെ ഇടയിലായിട്ട് നിൽക്കും, വീണ്ടും തുടങ്ങും. ഇങ്ങനെയുള്ള ഒരു അസുഖമുള്ളത്. അതെന്താ വരാൻ കാരണം എന്നുള്ളത് അറിയണില്ല. പുകവലിയില്ല, മദ്യപാനമില്ല, ഒന്നുമില്ല. എനിക്ക് പിന്നെയും ചോദ്യം വ്യക്തമായില്ല, ഒന്നുകൂടെ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു തരാമോ? അദ്ദേഹം എന്താ ഡോക്ടർ, ചോദിച്ചത്? പ്രേക്ഷകന് സ്ഥിരമായി പനി ഉണ്ടാവുന്നു, ജലദോഷവും ചുമയും ഉണ്ടാവുന്നു, എന്നാൽ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ മാത്രം നിൽക്കുകയും വീണ്ടും ഇത് തുടർന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ ഈ പ്രേക്ഷകൻ മദ്യപാനം, പുകവലി അത്തരം ശീലങ്ങളൊന്നും ഇല്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. താങ്ക് യു. അപ്പൊ ഈ പറഞ്ഞ സിംറ്റംസ് സാധാരണഗതിയിൽ ന്യൂമോണിയ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ജലദോഷം അങ്ങനെയുള്ള സാധനങ്ങൾ സാധാരണഗതിയിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്നെടുത്ത് മാറുന്ന കാര്യം പറഞ്ഞു, പക്ഷെ മരുന്നൊന്നും എടുത്തില്ലെങ്കിലും ഈ പറഞ്ഞ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ സാധാരണ പനി അത്രയും കാലം നീണ്ടു നിൽക്കില്ല. പനി കൂടുതൽ കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അവിടെ എന്തോ സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നു, വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്യണം. ഇപ്പം അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ, ജലദോഷം അങ്ങനെയെല്ലാം വന്നതാണ്, അങ്ങനെയുള്ള ആൾക്ക് പിന്നെയും പനി നിലനിൽക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും സൈനസിന്റെ അകത്ത് ഇൻഫെക്ഷൻ വന്നോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ഇതിൽ നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് 2 ആഴ്ചയെക്കാളും കൂടുതൽ പനി, ചുമ നിലനിൽക്കുകയാണെങ്കിൽ ഇന്ത്യ പോലെയുള്ള രാജ്യത്തിൽ ക്ഷയരോഗത്തിനുള്ള ടെസ്റ്റും ചെയ്യണം. ക്ഷയരോഗത്തിനുള്ള വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ടെസ്റ്റുകൾ സർക്കാർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. 2,500 രൂപ പ്രൈവറ്റിലാകണ സ്പ്യൂട്ടം നാറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് നമ്മളുടെ എല്ലാ ജില്ലകളിലും എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഫ്രീ ആയിട്ടുണ്ട്. അപ്പം 2 ആഴ്ചയെക്കാളും ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് കുറച്ചു കാലം നീണ്ടു നിന്ന ചുമയും പനിയും ഉണ്ടെന്നാണ് മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും ആദ്യം ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ഫ്രീ ആയിട്ട് കഫം ഒന്ന് പരിശോധിക്കാം. ഇതല്ലാതെ അവിടെയുള്ള ഡോക്ടറെ ഒന്ന് കാണാം. ഡോക്ടറെ കണ്ടു കഴിയുമ്പം ഈ പറഞ്ഞ അപ്പർ റെസ്പിറേറ്ററി ആണോ, മുകളിലുള്ള മൂക്കിലും തൊണ്ടയിലും അവിടെയുള്ള ഭാഗത്തുള്ള ഇൻഫെക്ഷൻ ആണോ, അതോ താഴേക്കുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാനുള്ള പരിശോധനകൾ അവിടെ ഡോക്ടർ ചെയ്യും. നെഞ്ചിന്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കി ഈ പറഞ്ഞ പോലെ കഫവും പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളെല്ലാം നമുക്ക് അതിൽ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. ചില ആളുകൾക്ക് സ്ഥിരമായിട്ട് ജലദോഷം, പനി അങ്ങനെ വരികയാണെങ്കിൽ അത് തടയാനായിട്ട് ഇന്നത്തെ കാലത്ത് നല്ല വാക്സിനേഷനും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ ഒക്കെ, ഇദ്ദേഹത്തിന്റെ പ്രായം എത്രയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല,
പ്രത്യേകിച്ച് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാണെങ്കിൽ അങ്ങനെയുള്ള വാക്സിൻ എന്തായാലും എടുക്കണം. കുട്ടികൾക്ക് എന്തായാലും നമ്മളെ ഗവൺമെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. വാക്സിനേഷൻസ് നല്ല രീതിയിൽ ഇതുപോലെയുള്ള ഇൻഫെക്ഷൻ വരാനും ന്യൂമോണിയ വരാനും ഉള്ള സാധ്യതയും നന്നായിട്ട് കുറയ്ക്കും. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായിരിക്കുകയാണ്. ന്യൂമോണിയയെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇത്രയും സമയം സംസാരിച്ചത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേർന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗം പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ സഞ്ജീവ് നായരാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.